മീൻസ് ഓഫ് ദ ക്യാമറ നമ്മളിങ്ങനെ സംസാരിക്കുന്നു. ആ രീതി തെറി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാല എന്നൊരു 5 ലാൻഡ് ഫോംസ് ഉണ്ട്. അറിയാം. കുറിഞ്ചി എന്ന് പറയുമ്പോൾ മലയും മലൈ മുല്ലൈ എന്ന് പറയുമ്പോൾ കാട്, പിന്നെ മരുതം എന്ന് പറയുമ്പോൾ നമ്മളെ വയലും. ഇവിടെ മതമില്ല. ഇപ്പം നമ്മൾ ഹിന്ദുസ് ഉണ്ട്, ഇവിടെ മെജോറിറ്റി ക്രിസ്ത്യൻസും ഉണ്ട്, മെജോറിറ്റി മുസ്ലിംസും ഉണ്ട്, ബേസ്ഡ് ഓൺ ഏരിയ. പക്ഷേ ഇവിടെ നമ്മളൊരു നമ്മുടെ എല്ലാ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യും. കേരളത്തിനെ കുറിച്ച് എല്ലാവർക്കും ഐഡിയ ഉണ്ട്, തമിഴ്നാടിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട്, ഈ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ഐഡിയ. അതാണ് നമ്മൾ രണ്ടിലും വരുന്നത്. പക്ഷേ ഈ ആരോഗ്യമായി വഴി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതായത് അതുവരെ നമുക്ക് ഈ മരങ്ങളും ഈ വെള്ളം ഇതൊക്കെ നമുക്ക് ഒരു കേരള ടച്ച് ഉണ്ട്. ഈ മരങ്ങളും ഇതൊക്കെ ഒരു ഫോറസ്റ്റും ഇങ്ങനെ കാണാനും നല്ല ഇതൊക്കെയാണ്. ഈ ആരോഗ്യം വഴി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇതിന്റെ ആ മരങ്ങൾ പറയുന്നത്. ഓക്കെ, നമസ്കാരം. നമസ്കാരം. വെൽക്കം. സോ ഇതൊരു മേജർലി ഒരു പോഡ്കാസ്റ്റ് സീരീസാണ്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നമ്മളിത് ഇവൻച്വലി കുറേ ആൾക്കാരെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രം. അപ്പോൾ ഇതൊരു നമ്മൾ തമ്മിൽ എങ്ങനെ എന്താ പറയുക, പുറത്തോട്ട് എങ്ങനെ സംസാരിക്കണം, മീൻസ് ഓഫ് ദ ക്യാമറ നമ്മളിങ്ങനെ സംസാരിക്കണം. തെറി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പക്ഷേ യൂട്യൂബിലൊരു പ്രശ്നമുണ്ട്, ഗൈഡ് ലൈൻസിന്റെ പ്രശ്നമുണ്ട്. അത് കാരണം നമ്മൾ അത് മാത്രം അവോയ്ഡ് ചെയ്യാം. കൊച്ചുകുട്ടികളൊക്കെ കാണുന്നല്ലേ, കുറച്ചുകൂടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ആവാം. തെറി നമുക്ക് വിഷയമല്ല. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് നേരി, തെറി ഇസ് ഡേർട്ടി ബിസിനസ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത് നമ്മളിപ്പോൾ ആദ്യം കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരെന്ന് വെച്ചാൽ 1-2 വർഷത്തെ ഊച്ചാളി കൂട്ടുകെട്ടല്ല, ഇതൊരു 5-6 വർഷത്തെ വമ്പിച്ച കൂട്ടുകെട്ടാണ്. നമ്മളെ കൂടെ വേറെ കുറെ ടീംസൊക്കെ ഉണ്ട്, അവരൊക്കെ പരിചയപ്പെടുത്താം. സമയമുണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടുകെട്ട് നമുക്ക് തുടങ്ങിയെന്ന് വെച്ചാൽ ഇവിടെ കന്യാകുമാരി ഈസ് ഓൾവേസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് എന്താ പറയുക ഫെസ്റ്റിവൽസ് അല്ലേ. കാരണം എല്ലാം ഉണ്ട്. അതായത് ഇപ്പൊ തമിഴില് പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാല എന്നൊരു 5 ലാൻഡ് ഫോംസ് ഉണ്ട്. അറിയാം. കുറിഞ്ചി എന്ന് പറയുമ്പോൾ മലയും മുല്ലൈ എന്ന് പറയുമ്പോൾ കാട്, പിന്നെ മരുതം എന്ന് പറയുമ്പോൾ നമ്മളെ വയലും ഇതൊക്കെയാണ്. നെയ്തൽ എന്ന് പറഞ്ഞാൽ കടലും, പാല എന്ന് പറഞ്ഞാൽ ഡെസേർട്ട്. ഇപ്പൊ നോർമലി നമ്മൾ വേറെ പുറത്തോട്ടൊക്കെ സ്ഥലത്തിലൊക്കെ നോക്കുമ്പോൾ എന്തേലും ഒന്ന് കാണുമ്പോൾ മലയാണെങ്കിൽ മല കാണും, കാട് ആണെങ്കിൽ കാട്, ഈ കടൽ പ്രദേശമാണെങ്കിൽ കടൽ ഏതെങ്കിലും ഒന്ന് കാണും. പക്ഷെ ഈ കന്യാകുമാരി നോക്കിയാൽ ഈ ഡെസേർട്ട് അല്ലാതെ ബാക്കി എല്ലാ ലാൻഡ് ഫോംസും അതിനകത്ത്. അതാണ് അതിന്റെ ഡെസേർട്ട് ആക്കാൻ ഒരു സാധ്യത ഉണ്ട്. കാരണം ഇപ്പൊ മറ്റേ മലയൊക്കെ വെട്ടിയെടുത്തോണ്ട് പോകുന്നുണ്ട്, ഇവൻച്വലി ഡെസേർട്ട് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ അല്ലാതെ ബാക്കി എല്ലാ ഡെസേർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഫോം ഓഫ് ലിവിങ് ബീങ്സ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സ്ഥലം. അപ്പം നമ്മുടെ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സെറ്റ് ഓഫ് റിലീജിയനാണ്. അതായത് ഇവിടെ മതമില്ല. ഇപ്പം നമ്മൾ ഹിന്ദുസ് ഉണ്ട്, ഇവിടെ മെജോറിറ്റി ക്രിസ്ത്യൻസും ഉണ്ട്, മെജോറിറ്റി മുസ്ലിംസും ഉണ്ട്, ബേസ്ഡ് ഓൺ ഏരിയ. പക്ഷേ ഇവിടെ നമ്മളൊരു വെച്ചാൽ നമ്മളെ എല്ലാ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യും. കാരണം നമ്മളും ഇപ്പം നമ്മള് ശരിയാണ്, ഇപ്പൊ മുസ്ലിംസ് ഫെസ്റ്റിവൽ ആയാലും ശരിയാണ്. ഇപ്പൊ ക്രിസ്മസ് സമയമൊക്കെ കഴിഞ്ഞ തവണ നമ്മളെ കന്യാകുമാരിക്ക് ലോക്കൽ ഹോളിഡേ അവർ കൊടുത്തു. അതാണ്. അപ്പൊ അത് ബാക്കി ഉള്ള സ്ഥലത്തിൽ എനിക്കറിയില്ല. ഇപ്പൊ കേരളത്തിൽ ഒരു ലോക്കൽ ഹോളിഡേ ഇല്ല. ക്രിസ്മസിന് നമ്മൾ ലീവാണ്. ക്രിസ്മസിന്റെ തലേ ദിവസം, അതായത് 24-ാം തീയതി ലോക്കൽ ഹോളിഡേ ആയിരുന്നു. അപ്പം അതില് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുള്ളൂ. പക്ഷെ ഇതൊരു മെജോറിറ്റി ഹിന്ദുസ് മെജോറിറ്റി ജീവിക്കുന്ന ഒരു റീജിയൻ ആണിത്. ബട്ട് സ്റ്റിൽ ഇവിടെ നമ്മൾ ഈ കാര്യത്തിൽ കേരള അലൈൻഡ് ആണ്. പിന്നെ വേറെ ഒരു പൊതുവായിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് വെച്ചാല് കേരളത്തിനെ കുറിച്ച് എല്ലാവർക്കും ഐഡിയ ഉണ്ട്, തമിഴ്നാടിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട്, ഈ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതാണ് നമ്മൾ രണ്ടിലും പെടില്ല. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ തമിഴ്നാട്ടിലോട്ട് പോകണമെങ്കിൽ അവർ പറയും കേരളത്തോട് മലയാളികളാണെന്ന് പറയും. കേരള നമ്മളെ നാടിന് കന്യാകുമാരി തമിഴ്നാട്ടിലുള്ളതാണെന്ന് അവര് പറയും കേരളമാണെന്ന്. ഇതേ നമ്മൾ കേരളത്തിൽ പോകണമെങ്കിൽ തമിഴ്നാടാണെന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ അതൊരു വൃത്തികെട്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നമ്മളത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. കേരളത്തിൽ പോയാൽ സിമ്പിൾ ആയിട്ട് അവർ പറയും, ഓ നിങ്ങൾ തമിഴല്ലേ. അത് നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങൾ മലയാളിയാ എന്നുണ്ട്.
അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തന്നെ നമുക്ക് പല പല കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ നമ്മളൊരു ഫീലിങ്സും കൂടെ നമ്മൾ ഈ മേജർലി ഇതുപോലത്തെ വീഡിയോസിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കയറ്റാം. കാരണം പിന്നെ വേറൊരു കാര്യം, നമ്മള് ഈ ഫീലിംഗ് എന്ന് പറയുന്നത് ഇത് നമുക്കിപ്പം തമിഴ്നാട്ടിൽ പോകുമ്പോ ഇങ്ങനെ പറയുന്നതും കേരളത്തിൽ പോകുന്നത് ഇങ്ങനെ പറയുന്നതും ഇതൊക്കെ കേട്ട് നമുക്ക് തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ ചേർന്നതാണ് കേരളത്തിൽ നമുക്കൊരു ഐഡിയ ഇല്ല. എവിടെ പോയാലും നമുക്ക് സ്വന്തം സ്ഥലമാണെന്ന് തോന്നാറില്ല. തമിഴ്നാട് സൈഡ് പോയാലും നമുക്ക് ഇങ്ങനെ തോന്നാറില്ല, കേരളത്തിൽ പോയാലും നമുക്ക് തോന്നാറില്ല. കാരണം നമ്മൾ മിക്സ്ഡ് കൾച്ചറും കൂടെയാണ്. നമ്മൾ അവിടുത്തെ കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, ഇവിടുത്തെ കുറെ നല്ല കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മള് സോ ഇത് മിക്സ്ഡ് കൾച്ചർ കാരണം നമ്മൾക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തിനാണ് നമുക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ ഉള്ള ആളാണോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മള് ഓക്കെ, അപ്പൊ നമ്മൾ അതിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടുമുട്ടി ഒരു കോവിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. നമ്മുടെ ശിവൻകോവിൽ. അത് പിന്നെ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ഭക്തിമയത്തിൽ സ്റ്റാർട്ട്. നമ്മൾ വലിയ ഭക്തിയുള്ള ആൾക്കാരൊന്നും അല്ല. അത്യാവശ്യം ദൈവം ഉണ്ടോന്ന് ചോദിച്ചാ ദൈവം ഇല്ലാന്ന് ചോദിച്ചാ പക്ഷെ വിശ്വാസമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ കണ്ടുമുട്ടി. നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെ ഉള്ള എല്ലാവരും നമ്മൾ അങ്ങനെയാണ് കണ്ടുമുട്ടിയത്. പിന്നെ ഒരേ നാടാണ്, അത് മാത്രമല്ല ഒരേ ഏരിയയാണ്, ഒരേ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കന്യാകുമാരിയെ കുറിച്ച് പൊതുവെ ബാക്കി ഒരു തേർഡ് പേഴ്സൺ നോക്കുമ്പോൾ, അതായത് ഒരു കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി നോക്കുമ്പോൾ, അല്ലെങ്കിൽ എ പേഴ്സൺ ഫ്രം തമിഴ്നാട് നോക്കുമ്പോൾ അവർക്ക് അറിയാത്ത ഒരു കാര്യം എന്തായിരിക്കും? അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ തമിഴ്നാട് സൈഡിലോട്ട് പോകുമ്പോഴേ ഈ ആരൽവായ് മൊഴി, നമ്മളെ സത്യം പറഞ്ഞ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ കാവൽ കിണർ കഴിഞ്ഞ് നാങ്കുനേരിയാണ് വരുന്നത്. പക്ഷെ ഈ ആരൽവായ് മൊഴി കഴിയുമ്പോൾ തന്നെ അതായത് അതുവരെ നമുക്ക് ഈ മരങ്ങളും ഈ വെള്ളം ഇതൊക്കെ നമുക്ക് ഒരു കേരള ടച്ച് ഉണ്ട്. ഈ മരങ്ങൾ ഇതൊക്കെ ഒരു ഫോറസ്റ്റും അങ്ങനെ കാണാനും നല്ല ഇതൊക്കെയാണ്. ഈ ആരൽവായ് മൊഴി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇതിന്റെ ആ മരങ്ങൾ കുറച്ച് കുറയാൻ തുടങ്ങും. അപ്പൊ ഒരുമാതിരി ഒരു വരണ്ട സ്ഥലം പോലെ അങ്ങോട്ട് പോകും. ഒന്നുമില്ല, നമ്മൾ ഈ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ പോലും നമുക്കറിയാം. മാപ്പിൽ നോക്കുമ്പോ ഈ കന്യാകുമാരി കഴിഞ്ഞ് പോകുമ്പോഴേ ബാക്കിയെല്ലാം നല്ല റെഡ് കളറിലായിരിക്കും. ഈ മരങ്ങളൊന്നും നല്ല കുറവായിരിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ കേരളത്തിലോട്ട് പോകുമ്പോഴാണെങ്കിലും മരങ്ങൾ അവിടെ കൂടുതലാണ്. ഇവിടെ നമുക്ക് അതും അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ മാർത്താണ്ഡം കഴിഞ്ഞ് പോയാലും ഇങ്ങോട്ട് ഈ നെട്ട കഴിഞ്ഞ് പോയാലും ഈ ഡാം കഴിഞ്ഞ് പോയാലും നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാം. ഒന്നാമത് അവിടുത്തെ റോഡും നമ്മളെ റോഡും വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു കാര്യം, സ്ഥലം തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് അവിടെ പോകുമ്പോൾ പിന്നെ വേറൊരു കാര്യം ഞാൻ അവിടെ കേട്ടിട്ടുള്ളത്, ഈ അവിടെയൊക്കെ മരം മുറിക്കുമ്പോഴേ ഒരു മരം മുറിക്കുമ്പം അതിന് പല പെർമിഷനുകൾ വാങ്ങിക്കുന്നുണ്ട്. ഒരു മരം മുറിക്കണമെങ്കിൽ അതിന് പലരും പല രീതിയിൽ സമരങ്ങളും ചെയ്യും. വലിയ മരങ്ങളൊക്കെ മുറിക്കുന്ന സമരങ്ങൾ ചെയ്യും. അപ്പൊ സാധാരണ അവര് മരങ്ങൾ മുറിക്കണമുണ്ട്, അത്യാവശ്യത്തിൽ മുറിക്കണമുണ്ട്. അതേ രീതിയിൽ അവർ മരങ്ങൾ വച്ചു പിടിക്കുന്നുണ്ട് പുതിയതായിട്ട്. മീൻസ് ഒരു മരം വെട്ടിയാൽ പോലും വേറെ രണ്ട് മരം വയ്ക്കും. അപ്പൊ ആ ഒരു ഇത് അറിയാം, ബാലൻസ് ആയിക്കോളും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ അല്ല. ഇപ്പം പൊതുവെ അളിയൻ ചോദിച്ച കാര്യത്തിലോട്ട് വരാം. എന്റെ അഭിപ്രായത്തില് ഇപ്പം തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ കേരളമാണ്. എന്തുകൊണ്ടാണ് കേരളം? നമുക്ക് മരങ്ങളുണ്ട്, മലയുണ്ട്, വെള്ളമുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ നാച്ചുറൽ റിസോഴ്സ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം കുറഞ്ഞുകൊണ്ട് വരികയാണ്. പിന്നെ അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയാനില്ല, അതാണ് നമ്മുടെ വീടിനും നാടിനും നമ്മളെ ഹെൽത്തിനും. പിന്നെ കേരളത്തിലുള്ള ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് അവര് നമ്മളെ തമിഴ്നാടാണല്ലോ, അങ്ങനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ തന്നെ നമ്മൾ ഇപ്പൊ പുറത്തോട്ട് കുറച്ച് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ ഒരുപാട് ഈ തൃപ്പരപ്പായാലും ഈ ഡാമുകളെ കുറിച്ചൊക്കെ ഇൻസ്റ്റയിൽ വന്നോണ്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നതും അവർക്ക് അപ്പോഴേ അറിയാം, ഇതും വലിയ വ്യത്യാസമല്ല എന്നുള്ളത് അറിഞ്ഞു തുടങ്ങണേ ഉള്ളൂ. അല്ലാതെ ജനറലി നോക്കുമ്പോൾ അവർക്ക് നമ്മൾ തമിഴ്നാടാണ്, ബാക്കി സ്ഥലങ്ങളെ പോലെ തമിഴ്നാടാണ്. വേറെ ഒന്നെന്ന് പറയുമ്പോ ഇപ്പൊ തമിഴ്നാട്ടില് അങ്ങോട്ടൊക്കെ ഉള്ളവർ ഇവിടെ നാട്ടിലോട്ട് വരുമ്പോഴ് അവർക്ക് ആകപ്പാട് അറിഞ്ഞ കാര്യം കന്യാകുമാരിയിലെ ബീച്ചും നമ്മളെ തിരുവള്ളൂർ ചിലയും വിവേകാനന്ദ പാറ ഇതൊക്കെയാണ്. കാരണം ഇപ്പൊ ശബരിമല പോണ പാർട്ടീസ് ഒക്കെ അവിടെ നിന്ന് വരുമ്പോൾ ഒരുപാട് പേര് കന്യാകുമാരി പോണതാണ്. പിന്നെ അപ്പൊ അവര് കന്യാകുമാരി വന്നു എന്ന് പറയും. കന്യാകുമാരി എവിടെയാണ് അവര് പറഞ്ഞത്? ബീച്ചില്. അപ്പം അവരെ പുറത്തവര് നമുക്ക് ബീച്ച് മാത്രം ഉണ്ടെന്ന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. ഈ ബീച്ച്, കന്യാകുമാരി ബീച്ചുണ്ട്, അതൊക്കെ. പക്ഷെ കുറച്ച് ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഇതൊക്കെ ഉള്ളത് അവർക്ക് അറിയില്ല. അതാണ്. അപ്പൊ ഇവിടുത്തെ മാക്സിമം റിസോഴ്സസ് വന്നിട്ട് ഉണ്ടെന്നുള്ള കാര്യം തന്നെ പലവർക്കും അറിഞ്ഞു. ഈ സോ കോൾഡ് ഈ ടൂറിസം എന്നുള്ളൊരു സാധനം ടു സ്റ്റാർട്ട് വിത്ത് തന്നെ നമ്മളാണ് ആ ഒരു കൾച്ചർ കൊണ്ടുവന്നത്. കാരണം
കന്യാകുമാരി ജില്ല മീൻസ് ഡിസ്ട്രിക്ട് വന്നിട്ട് ഇങ്ങോട്ട് ഫ്രം തിരുവിതാംകൂർ സംസ്ഥാനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മേജർ കൺസേൺ തമിഴ്നാട്ടിലുള്ളതെന്ന് വെച്ചാൽ